രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയെ തിയേറ്ററുകളിൽ എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഇപ്പോഴത്തെ ചിത്രത്തിലെ പവർ ഹൗസ് എന്ന ഗാനത്തിന്റെ തെലുങ്ക് പതിപ്പിന് വിമർശനങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഗാനം പുറത്തെത്തിയത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുന്നത്. ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു പക്ക ആരാധകർക്കുള്ള വൈബ് പടം തന്നെയായിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്കുമുള്ളത്. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥിവേഷത്തിൽ എത്തുന്നുണ്ട്. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രം കൂടിയാണ് കൂലി. ഇപ്പോൾ കൂലി എന്ന രജനീകാന്തിന്റെ ചിത്രം ആഘോഷിക്കാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ദിവസങ്ങൾ എണ്ണിയാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകളും ആരാധകരും സിനിമാ ലോകവും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ 3ാം ഗാനമായ പവർ ഹൗസ് റിലീസ് ചെയ്തത്. അനിരുദ്ധ് സംഗീതമൊരുക്കിയ ഗാനത്തിന് അറിവാണ് വരികൾ എഴുതിയിരുന്നത്. ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ 2 ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു, പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം. അതുപോലെ തന്നെ പവർ ഹൗസ് റിലീസ് ചെയ്തപ്പോഴും അതും ആഘോഷമാക്കിയിരുന്നു സിനിമാ ലോകം. ലോകേഷിന്റെ പതിവ് ചോരക്കളിയാകും കൂലിയിൽ ഉണ്ടാകുക എന്ന സൂചന തന്നെയാണ് ഈ ഗാനം നൽകുന്നത്. രജനീകാന്ത് എന്ന നടന്റെ മാസ് അപ്പീൽ ഇരട്ടിയാക്കുന്ന തരത്തിലാണ് ഈ ഗാനം അനിരുദ്ധ് ഒരുക്കിയിരിക്കുന്നത്. അറിവാണ് വരികൾ എഴുതിയത്. അനിരുദ്ധും അറിവും ചേർന്ന് പാടിയപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു ഗാനം. ഗാനം പുറത്തിറങ്ങി കുറച്ചു സമയത്തിനകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഗാനം കണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതും. എന്നാൽ ഇപ്പോൾ പവർ ഹൗസിന്റെ തെലുങ്ക് പതിപ്പ് അത്ര പോരാ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. മാത്രമല്ല, തെലുങ്ക് പതിപ്പിലെ ഈ ഗാനത്തിന്റെ വരികൾക്ക് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പവർ ഹൗസിന്റെ തമിഴ് വരികളോട് തെലുങ്ക് വരികൾ യോജിക്കുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്. അതോടൊപ്പം തമിഴിന്റെ അത്ര വൈബ് തെലുങ്കിന് പോരാ എന്നും ഭൂരിഭാഗം പേരും പറയുന്നുണ്ട്. തെലുങ്കിലുള്ളത് നീക്കം ചെയ്തിട്ട് തമിഴ് പതിപ്പ് തന്നെ സിനിമയിൽ ചേർക്കണമെന്നാണ് ഒരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇതിനു മുമ്പും കൂലിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഹിന്ദി പതിപ്പിന്റെ പേരിനെ ചൊല്ലിയായിരുന്നു വിമർശനം. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ കൂടിയതോടെ ഹിന്ദിയിലും ചിത്രത്തിന്റെ പേര് കൂലി എന്ന് തന്നെ അണിയറ പ്രവർത്തകർ മാറ്റി. എന്നാൽ ഇതാദ്യമായല്ല തമിഴ് ഗാനത്തിന്റെ തെലുങ്ക് പതിപ്പ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നത്. എന്തായാലും തമിഴിലെ പാട്ട് തന്നെയായിരിക്കുമോ തെലുങ്കിൽ ഇനി റിലീസ് ചെയ്യുക എന്ന ആകാംക്ഷ തന്നെയാണ് ചിത്രത്തിനായി ബാക്കി നിൽക്കുന്നത്. 350 കോടി ബജറ്റിലാണ് ചിത്രം ഒരുക്കിയത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലേക്ക് എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.